ഹായ് ഗായ്സ്, അപ്പൊ നമ്മള് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മള് ജോജോസ് വേൾഡ്. അപ്പൊ അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസ് ആണ്. നെയ്ച്ചോറ് നമ്മൾ കൂടുതൽ ആഡംബരം അല്ല, വേറെ എന്തോ ഒരു മനുഷ്യന്മാര് കണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്ച്ചോർ അഥവാ ഗീ റൈസ് ആണ്. അപ്പോൾ കറി നമ്മൾ വഴിയെ ഓർഡർ ചെയ്ത് വാങ്ങും. കാരണം കറി ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ കുറവാണ്. നമ്മൾ ചിക്കനൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ കഴുകണമെങ്കിലൊക്കെ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാം. കമോൺ. സോ ഗൈസ്, പിന്നെയും നമ്മളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽമ നെയ്യ്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നെയ്യ് വേണം. ഈ പശുവിൻ്റെ നെയ്യാണ് ഇത്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സ്പൂണൊന്നും കാണില്ല, കുറച്ചിട്ടാൽ മതി. ഉള്ളി ഇട്ടിട്ട് വേണം അണ്ടിപ്പരിപ്പിടാൻ. അണ്ടിപ്പരിപ്പിട്ടിട്ട് വേണം ഉള്ളിയിടാൻ. ഇതെന്താ മറിയാത്ത ഒറ്റയായിട്ടിരിക്കുക. ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്. നിങ്ങൾ രണ്ടുപേരാണോ? ഇത് ഉള്ളി നെയ്യിലോട്ട് ഇടാനാണ്. കുറച്ചുള്ളി മതി, കാരണം ഉണ്ടായിരുന്ന ഉള്ളി താഴെ വീണു പോയി ഗൈസ്. താഴെ വീണ് അപ്പൊ ഉള്ളി അരിഞ്ഞിട്ട് വരാം. ഉള്ളി ഇടാൻ പോവാണേ. എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടണം. അപ്പോൾ ഇതാണ് അണ്ടിപ്പരിപ്പ്, ഇതാണ് മുന്തിരി. അപ്പൊ നമുക്കിത് കുറച്ച് ഇടാം. എന്തായാലും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. പായസം ഉണ്ടാക്കാൻ വെച്ചാണ്. പായസം ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതിവിടെ എന്തായാലും അടിച്ചു വരണ്ട, അപ്പൊ കുഴപ്പമില്ല. ഇവിടെ ആക്രാന്തം കണ്ടപ്പോഴേ എനിക്കറിയില്ല. തരുമോ ഗായ്? കുറച്ച് മതി. ഒന്ന് മതി മതി. ഇവിടെ മുന്തിരി ഇടുമ്പോ പൊന്തി വരുന്നു കാണിച്ചു. മുന്തിരി ഇടുമ്പോ പൊന്തി വരെ നിങ്ങളുടെ വീട്ടിൽ മുന്തിരി ഇടുമ്പോ പൊന്തി വരില്ല. കിട്ടാറില്ല. ആർക്കോട് വേണ്ട മുന്തിരി കുട്ടക്കി പറയും. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇടാൻ പിത്താത്തി ഇല്ലാത്തോണ്ട് ഞങ്ങളെ പല്ലാണ് ഉപയോഗിക്കുന്നത്. ഇവിടേക്ക് എല്ലാത്തിനും നോക്കാം. പൊടിക്കണം വേണ്ട. നമ്മള് കുറച്ച് കാഷ്യൂ ഇട്ടിട്ടുണ്ട്. നെയ്ച്ചോറിനരിയാണ്. അപ്പൊ 50 വാങ്ങിയതാണ്. ഇതെടുക്കണം. എത്ര കിലോ ഉണ്ട് ഇത്? ഇത് 2 കിലോയാണ്. ഇപ്പൊ 2 പേർക്ക് 2 കിലോ ഒന്നും വേണ്ട. കപ്പ് കഴുകിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ്, ഇത് ഈ ഒരു കപ്പില് 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അമ്മ വിളിച്ചപ്പോ പറഞ്ഞു 1 കപ്പ് അരിക്ക് അതിന് ഡബിൾ വെള്ളം ഒഴിക്കണമെന്ന്. അപ്പൊ ഇതിന് 2 കപ്പ് വെള്ളമാണ് നമുക്ക് അതിലേക്ക് ഒഴിക്കേണ്ടത്. അപ്പൊ വെള്ളം ഒഴിക്കാം. 1 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം. എത്ര ബിസില് വേണം? 2 വിസിൽ മതി. നമുക്ക് ഇപ്പോഴും ഉപ്പിട്ടല്ലേ. പിന്നെ ഉപ്പിന്റെ നമ്മൾ മറന്നു പോകും. ഉപ്പ് വേണം. ഇരിക്കട്ടെ. ഉപ്പിനി ഇല്ല എന്നുള്ള പേരാരും പറയും. അരി തേണ്ട് കേട്ടോ. ഇത് കഴുകാൻ പോണം. അപ്പം പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകിയിട്ട് വന്നിട്ട് ബാക്കി എടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ അരി കഴുകേണ്ടത്. ഇങ്ങനെ ഈ പ്രോസസ്സ് നമ്മളൊരു 3 വട്ടം റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങളെ വീട്ടിലൊക്കെ. നിങ്ങളുടെ വീട്ടിലെങ്ങനെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആക്കണം, നല്ല വെച്ച ചളിയൊക്കെ പോവുള്ളൂ. ഓക്കെ, ഫൈൻ. എന്താണെന്ന് അറിയില്ല. ഇതിലെന്തെങ്കിലും സ്റ്റെപ്സ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. അപ്പോൾ ഗൈസ്, നമ്മളിത് അടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. സെൻറ്ററിലേക്ക് വെക്കാം. അപ്പോൾ ഇതൊരു 800 ഇട്ടാൽ മതി. നമുക്കിത് 2 വിസിലടിക്കണം. അതുവരേക്കും വെയിറ്റ് പണലാം. നിഷ്ക്രൂഷ്ടങ്ങളും എന്താണ് ഇതിന് പറയുക? നിഷ്ക്രൂരതകളും അറിയാണ്. സെലിബ്രിറ്റീനെ പോലൊക്കെ ഞങ്ങളുടെ നാഗവല്ലിയാണ് ഗൈസ്. ഇവിടെ തുടക്കി വേണം. ഇവള് പറഞ്ഞിട്ട് തന്നെ കേട്ടോ എടുത്തത്.
കുക്കിംഗ് ഇവളൊരു വീട്ടമ്മ തന്നെ. കുക്കിംഗ് ആൻഡ് ക്ലീനിങ് എല്ലാം അവള് തന്നെയാണ്. മതി. അപ്പൊ ഗൈസ് നമ്മളുടെ നെയ്ച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, അറിയില്ല. നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. റിയ ഉണ്ട് കേട്ടോ സാക്ഷിയായിട്ട്. കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം തുറന്നു നോക്കിയിട്ടുള്ളത്. ഞാൻ തുറന്നു നോക്കട്ടെ. ഇതിലെന്തായാലും വേണം മക്കളെ. വെള്ള കളറല്ലേ, ഓട്ടയാ അത്, ഓട്ട. ഹാപ്പി ബർത്ത്ഡേ റിയ. ഇതവിടെ വെയിറ്റ്, വെള്ളം ഊർത്തി ഇവിടെ ആർത്തിയോട് കഥ കഴിക്കണേ. ഉപ്പുണ്ടോ? കുഴപ്പമില്ല. നെയ്യ് കഴിക്കുന്നതിന് എനിക്ക് നെയ്യ് കൂടെ കൊള്ളത്തില്ലായിരിക്കണം. ഇതിന് ഒഴിച്ചതാ ആദ്യം, ഇനി ഒഴിക്കില്ല. ഇനി ഒഴിക്കത്തില്ലേ? നല്ലതാ. നല്ല എന്താണ് ഇതിന് പറയുന്നത്, എന്തുപോലെ സോഫ്റ്റ്, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. 2 ചവ അത് മതി. അത് ഇതിന്റെ വായിക്ക് നിർത്തുക.